അടിപൊളി സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ അവർ കുറച്ചും കൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ പടം നല്ലൊരു ക്രൈം ത്രില്ലർ ആയിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങ് ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയായിപ്പോയി. നമ്മൾ സ്ഥിരം കാണുന്ന ത്രില്ലർ ജോണർ പോലെയൊന്നും അല്ല. അവിടെ ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, നല്ലൊരു പ്ലോട്ടായിരുന്നു. നമ്മൾ ത്രില്ലർ സിനിമയിൽ കാണുന്ന ഒരു പ്രത്യേക ഒരു വെറൈറ്റി പ്ലോട്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ കൊണ്ട് കൊളാക്കി കളഞ്ഞു. നമ്മൾ വെറും കൂറ മെസ്സേജൊക്കെ വെറും കൂറയാണ്. അതായത് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ബേസ് സ്ക്രിപ്റ്റ് അടിപൊളിയായി തുടങ്ങിയിട്ട് ക്ലൈമാക്സ് കൊണ്ട് അലിമ്പാക്കിയതിൽ നമ്മൾ ആ ഫുൾ അത്രയും നേരം കണ്ടിരുന്ന ആ ഒരു ത്രില്ല് കാര്യങ്ങളെല്ലാം ക്ലൈമാക്സ് അവസാനത്തെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് ആ പടത്തിന്റെ ഫുൾ ഇത് അലിമ്പായി. മെസ്സേജ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മെസ്സേജാണ്. കൊടുത്ത ക്യാഷ് മുതലായെന്ന് ചോദിച്ചാൽ നമ്മൾ ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് വന്നിരുന്ന് കാണാം ജസ്റ്റ് ഒന്ന്. പക്ഷെ അടിപൊളി സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ അവർ കുറച്ചും കൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ പടം നല്ലൊരു ക്രൈം ത്രില്ലർ ആയിരുന്നു. ക്ലൈമാക്സ് ഒഴിച്ചു നിർത്തിയ പടം കിട്ടില്ല. ക്ലൈമാക്സ് അല്ല ഒരു പടത്തിന്റെ ഒരു ബേസ്. കണ്ടിറങ്ങുമ്പോൾ തൃപ്തി വരുന്ന ക്ലൈമാക്സ് ആണ്. പല സിനിമകളും ക്ലൈമാക്സ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ പല സിനിമ ഉണ്ട് ക്ലൈമാക്സ് കാരണം ഹിറ്റായ പടം. ചെയ്ത് ക്ലൈമാക്സ് കാരണം കൊണ്ട് പറയാൻ തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? മോശം. സാധാരണ ഞാൻ പറഞ്ഞില്ലേ, ക്രൈം ത്രില്ലർ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ സാധാരണ മിക്കവാറുള്ള ക്രൈം ത്രില്ലർ എല്ലാ മൂവീസ് കാണുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമിൻ്റെ വൈഫിന് എക്സാമായിട്ട് വന്നതാണ്. അപ്പോൾ ചുമ്മാ ടൈം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ക്രൈം ത്രില്ലർ ഉണ്ടോണ്ടാണ് ഞാനത് കയറിയത് തന്നെ. പക്ഷേ ഞാൻ അകത്ത് കയറിയപ്പോൾ തന്നെ തിരക്കില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ മോശമായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും അവസാനമൊക്കെ ആയപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങ് ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയായിപ്പോയി. അത്യാവശ്യം നന്നായിട്ടുണ്ട്. അത് ഭയങ്കരപ്പെട്ട പടമൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് കണ്ടിരിക്കാം, ഒരു വട്ടമൊക്കെ കാണാം. നമ്മൾ സ്ഥിരം കാണുന്ന ത്രില്ലർ ജോണർ പോലെയൊന്നും അല്ല. നോർമലി ചെറിയ രീതിയിലുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു മെയിൻലി ഒരു മെസ്സേജ് വരുന്നുണ്ട് ക്ലൈമാക്സിൽ. അത് തന്നെയാണ് ഓവറോളായിട്ട് പറയാനായിട്ടുള്ളത്. ഭയങ്കര രാക്ഷസൻ അതല്ലെങ്കിൽ വേറൊരു ത്രില്ലർ ജോണർ പടമായിട്ട് കമ്പയർ ചെയ്ത് നോക്കരുത്. ജസ്റ്റ് പോയി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ്. ഭയങ്കരമായിട്ടുള്ള പടമൊന്നും പറയുന്നില്ല, ഒരു വട്ടം കാണാം, കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? സിനിമ അടിപൊളി ബ്രോ, അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ കൊള്ളാം. മീൻസ് യൂഷ്വൽ ത്രില്ലർ സ്റ്റോറിയും കാട്ടി കുറച്ചും കൂടെ നല്ല വ്യത്യാസമായിട്ട് എടുത്തിട്ടുണ്ട്. രാക്ഷസൻ ലെവൽ എത്തിയില്ലെങ്കിൽ രാക്ഷസൻ ലെവൽ നമുക്ക് കമ്പയർ ചെയ്യണ്ട, അത്ര കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ രാക്ഷസൻ ലെവൽ എത്തില്ല. കാരണം എന്നാലും സിനിമ കണ്ടിരിക്കാം, അടിപൊളിയായിട്ട് നല്ല. അതാണ് പറഞ്ഞത്, യൂഷ്വൽ ത്രില്ലറിനെ കാട്ടി നല്ല വ്യത്യാസമായിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. കാണാനും കൊള്ളാം. ഇതാണ് സീറ്റ് എഡ്ജ് ത്രില്ലിങ് സംഭവമാണ്. പക്ക ഒരു രാക്ഷസന്റെ ഒരു പക്ക എൻഗേജിങ് ആണോ?